ഞങ്ങളിത് പണിയെല്ലാം കഴിഞ്ഞ് കൊല്ലം അഴിക്കകത്ത് കയറാൻ പോവാണ് കേട്ടോ. ഇത് നീണ്ടകര, ഈ കാണുന്ന ശക്തികുളങ്ങര വലതുവശം. ഞങ്ങളുടെ ബോട്ടിലെ സ്റ്റാഫ് ലേലക്കാരനെ വിളിക്കുകയാണ്. അതായത് തരകനെ, പുള്ളിയാണ് മീൻ ലേലം വിളിച്ച് കൊടുക്കേണ്ടത്. അഴിമുഖത്ത് തന്നെ 2 വള്ളങ്ങളുണ്ട്. അവരവരുടെ വലയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് പണിക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ ചൂണ്ടക്കാരുടെ ബഹളമാണ് കേട്ടോ കൊല്ലം അഴിക്കകത്ത്. പുലിമുട്ട് നല്ല വലിയ മുട്ടായതുകൊണ്ട് 2 സൈഡിൽ അപ്പുറം ഇപ്പുറം ചൂണ്ടക്കാരുണ്ട്. പിന്നെ ഫാമിലീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് താങ്ങുവള്ളങ്ങളെല്ലാം നീണ്ടകര ഹാർബറിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഇപ്പോൾ രാത്രിത്തെ പണിയാണ്, രാത്രിയാണ് എല്ലാവരും മീൻ കോരുന്നത്. അതുകൊണ്ട് കാലത്ത് തന്നെ വള്ളങ്ങളെല്ലാം റെഡി. പോരാത്തതിന് ഇന്ന് ഞായറാഴ്ചയും കൂടെയാണ്, അപ്പോൾ അതുകൊണ്ട് മിക്ക വള്ളങ്ങളും പണിക്ക് പോകത്തില്ല. നീണ്ടകര പാലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ശക്തികുളങ്ങര ഹാർബർ. അപ്പോൾ ബോട്ടിപ്പോൾ അടുക്കാറായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് മീൻ കൊടുക്കില്ല. ഇപ്പം ഓൾറെഡി കച്ചവടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ വളം മാത്രമേ കച്ചവടമുള്ളൂ. മീൻ കച്ചവടം തുടങ്ങാനായിട്ട് കറക്റ്റ് 3 മണിയാവും. 3 മണി മുതൽ ഏകദേശം ഒരു 6-6:30 വരെയാണ് ഇവിടുത്തെ കച്ചവടം. 5 മണിക്കുള്ളിൽ മീൻ കച്ചവടം തീരും. പിന്നെ കണവാട കച്ചവടം മാത്രമേ ഉള്ളൂ. അത് കൂന്തലിൻ്റെ പരുന്ത് വട്ടമിട്ട് പറക്കണമെന്ന് വെച്ചാൽ അവിടെ വളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റാഞ്ചാൻ വേണ്ടി നിൽക്കണതാണ് ടീമുകളെല്ലാം. ഇത് നീണ്ടകരയുടെ ടോട്ടൽ വ്യൂ ഇതാണ്. ആ ഷെഡിൻ്റെ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കേ അറ്റം വരെ. ഇത് അങ്ങനത്തെ നമ്മൾ പാലത്തിനടുത്തെത്തി. ഇനി നേരെ റോപ്പ് എടുത്തിട്ട് ബോട്ട് കെട്ടിയാൽ മതി. ഇപ്പുറത്തെ സൈഡിലൊരു ബോട്ട് ഒറ്റയ്ക്ക് കിടപ്പുണ്ട്. അപ്പോൾ നൈസായിട്ട് അതിൽ ബോട്ട് കെട്ടാമെന്ന് വിചാരിച്ച്. എല്ലാവരും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. കാരണം രാത്രിത്തെ പണിയാണ്ട് കൃത്യമായിട്ട് ഉറക്കമൊന്നുമില്ല. ഇതേ പരുന്തും കൊക്കുമെല്ലാം വന്ന് വള റാഞ്ചണുണ്ടോ. 1 കിലോ വളത്തിന് ഇപ്പോൾ 23 രൂപ വിലയുണ്ട്. അങ്ങനെയല്ല, കൃത്യമായിട്ട് വില പറയാൻ പറ്റില്ല, കൂടിയും കുറഞ്ഞ് നിൽക്കും. 18 മുതൽ 25 രൂപ വരെയൊക്കെ മാക്സിമം വരാം. എന്തായാലും ഞങ്ങളിതിൻ്റെ ഹാർബർ എത്തി. ഇനി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. കറി റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ.